മോഷണ പരാതി ഉൾപ്പെടെ ഉന്നയിച്ചത് മാനസികമായ വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. പിന്നെ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു മീഡിയക്കാര്, നിങ്ങൾ ഇത്രയും മീഡിയക്കാരുണ്ടെങ്കിൽ ഈ മീഡിയക്കാരുടെ ഒരാളെ കള്ളക്കേസ് കുടിക്കാൻ നിങ്ങളെല്ലാവരും എന്നോട് ചോദിക്കില്ലേ? നിങ്ങളിപ്പോ ഇതിനകത്ത് ഒരാൾ കയറി വന്നു, എന്റെ ഒരു വാച്ച് നഷ്ടപ്പെട്ടു, ഞാൻ ചുമ്മാ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുമോ വേറെ ആരോട് നിൽക്കും? അപ്പൊ ഞാൻ എന്റെ സഹപ്രവർത്തകനായ ബിജു മാത്യൂസിന്റെ വീട്ടിൽ ഞാൻ ഈ കള്ളപ്പരാതി കൊടുത്തതിന്റെ തലേദിവസം ചെന്നപ്പോൾ ആ കുട്ടി, നിങ്ങൾ ഓർത്ത് നോക്കണം, ഒരു സാധാരണ ഒരു കുട്ടി, ആ കുട്ടി സ്കൂളിൽ പോകേണ്ടത്, ആ സ്കൂളിൽ പോകാതെ ആ കൊച്ചു കരഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ചിലപ്പോൾ ഒരു സഹപ്രവർത്തകൻ ചോദിച്ചു, എന്ത് കുട്ടി എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി പറഞ്ഞ കരങ്ങോട്ട് പറയാനെന്നറിയോ, എന്റെ അച്ഛനെ കള്ളക്കേസ് കുടിക്കും, ഒരു സെലിബ്രിറ്റി ആയ ഒരു വ്യക്തി ഇങ്ങനെ ഒരു, അതായത് ചെറുപ്പക്കാരിയായ ചെയർപേഴ്സൺ ഇങ്ങനെ ഒരു കള്ളപ്പരാതി കൊടുത്തപ്പോൾ ഞാൻ എങ്ങനെ പോയി ആ മോർ ബാക്കിയുള്ളവരുടെ അടുത്ത് ചെന്ന് ചോദിക്കും എന്നും അതുപോലെ സങ്കടപ്പെട്ട ഒരു കുട്ടി പറയുമ്പോൾ നമുക്ക് ആ വിഷമം ഉണ്ടാകാതിരിക്കും. എന്റെ കുടുംബത്തിൽ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിമാനം ഉയർത്താൻ ഈ പാലാ നിയോജകത്തിൽ എന്നും അടിത്തട്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എന്ന് ചവിട്ടി മതിക്കുമായിരുന്നു. ആ ചവിട്ടി മതിച്ചതിനുള്ള മറുപടിയാണ് ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തന്നെ ഒരു ഭരണം ഇവിടെ ഉണ്ടാകും. ആ ഭരണത്തിൽ എല്ലാവിധ ജനങ്ങൾക്കും, അതായത് പാവപ്പെട്ടവനും സാധാരണക്കാരനും പണിയെടുക്കുന്നവനും എല്ലാവർക്കും ബുദ്ധിമുട്ടില്ലാത്ത 6-1-7 അത് നിങ്ങൾ മനസ്സിലാക്കുക സഹോദര. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ അവിശ്വാസം പാസ്സാക്കാന്നുള്ളതാണ് ഞങ്ങളുടെ അജണ്ട. ഏത് കേരള കോൺഗ്രസ് ധാരണ ഏതെല്ലാം രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ ഭരിക്കാനുള്ള ഞങ്ങളുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും. അതിനുള്ള പൂർണ്ണമായ കഴിവും ആഭിദ്യവും നട്ടലും ഉണ്ടായിട്ടാണ് ഞങ്ങൾ ഈ ധാരണ ഉണ്ടാക്കിയത്. നമ്മളെങ്ങനെ ഉണ്ടാക്കിയത്? അതായത് ഇങ്ങനെ ഉണ്ടെന്ന് അറിയുമായിരുന്നു. ഇവർ നമ്മുടെ വന്ന് കൂടി പോയത്, നമ്മുടെ ഒപ്പം കൂടുകയത്, കൂടി കഴിഞ്ഞിട്ടല്ല ഈ പ്രശ്നങ്ങളുണ്ടായത്. കൂടിക്കഴിഞ്ഞിട്ടാണ്. ആദ്യത്തെ 2 മാസത്തിനുള്ളിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. അതിൽ പ്രകാരം കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഞങ്ങളുടെ വിഷമങ്ങൾ അറിയിച്ചുകൊണ്ടാണ് മണ്ഡലം കമ്മിറ്റി പ്രമേയം പാസാക്കിയത്. അപ്പോൾ പാലയിലെ പൊതുവികാരം എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കോൺഗ്രസുകാരുടെ പൊതുവികാരം എവിടെയാ? ഇവർക്കെതിരെയാണ്. അതുപോലെ ഈ പാലയില് നിങ്ങൾക്കറിയാലോ, ഈ പാലയിൽ എവിടെയാണ് ഒരു വികസനം ഉണ്ടായത്? ഒരു കല്ലിക്കൊത്തി ഒരു വികസനം എവിടെയെങ്കിലും കാണിക്കാൻ പറ്റുമോ? ഒരു കല്ലിക്കൊത്ത്, അതായത് ദിയ ബിനു പുളിക്കേണ്ടതിന്റെ പേരെഴുതിയ ഒരു പ്രോജക്ട് നിങ്ങൾക്ക് കാണിക്കാമെങ്കിൽ ഞാൻ പൊതുപ്രവർത്തനം നടത്താം. ഞങ്ങൾ പ്രവർത്തനം ഞങ്ങൾ വിമർശിക്കുമ്പോൾ ഞങ്ങൾക്ക് വിമർശിക്കുമ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാത്തതുകൊണ്ടാണല്ലോ ഇന്ന് അവിശ്വാസം രേഖപ്പെടുത്തിയത്. ഞങ്ങളുടെ കാര്യങ്ങൾ പറയാത്തതുകൊണ്ടല്ല അവിശ്വാസം പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട